അങ്ങനെ 2 ദിവസത്തെ ട്രെക്കിന് ശേഷം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് 4633 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുരുദ്വാരയിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ ഹേംകുണ്ട് സാഹിബ്. തലേദിവസം നമ്മൾ താമസിച്ച ഗാംഗറിയിൽ നിന്ന് അതിരാവിലെ തന്നെ നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഈ ഒരു ട്രെക്കിങ്ങിനിടയിൽ നമുക്ക് ഭംഗിയുള്ള കുറെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. വേണ്ട ഈ കാണുന്ന വഴി കണ്ടോ, ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നാളെ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ദിവസം മാത്രം നമ്മൾ ഏകദേശം 1000 മീറ്റർ ഉയരത്തിലേക്ക് ട്രെക്ക് ചെയ്ത് കയറുന്നുണ്ട്. ഇതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെക്ക് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളം കൂടിയും എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നൊക്കെ മസ്റ്റ് ആണ് കേട്ടോ. ഹേംകുണ്ട് എത്താറാവുന്നതിന് മുമ്പ് കാണുന്നേണ്ട ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ഇതൊരു ഭയങ്കര ഭംഗിയാണ്. ഇതിന് മുന്നിൽ വെച്ചെടുക്കുന്ന ഓരോ ഫോട്ടോസും അതുപോലെ സെറ്റാണ്. അങ്ങനെ ഏകദേശം ഒരു 5 മണിക്കൂറത്തെ ട്രെക്കിന് ശേഷം നമ്മൾ ടോപ്പിലെത്തി കേട്ടോ. ഏകദേശം 15600 ഫീറ്റ് ഉയരത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഹേംകുണ്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞ തടാകം എന്നാണ് കേട്ടോ ഹേംകുണ്ടിന്റെ അർത്ഥം. നമ്മൾ ഈ കാണുന്ന തടാകത്തിലെ വെള്ളത്തിന്റെ തണുപ്പുണ്ടല്ലോ, നമ്മുടെ എല്ലിനെ വരെ ഐസാക്കുന്ന തണുപ്പാണ് കേട്ടോ. ഈ തടാകത്തിൽ മുങ്ങി പ്രാർത്ഥിച്ച് ഇവിടുത്തെ പ്രസാദമായി കിട്ടുന്ന ഈ ഒരു കേസരിയും കഴിച്ച് ആ ഒരു കൊടും തണുപ്പിൽ ഗുരുദ്വാരയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ജീരകഞ്ഞിയും കുടിച്ചു കഴിഞ്ഞാണല്ലോ, അപ്പൊ നമുക്ക് പമ്പ് ചെയ്ത് കയറുന്ന ഒരു സന്തോഷമുണ്ട്. അത് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ വെതർ വേണ്ട ഇതുപോലെ ചേഞ്ച് ആവുന്നത്. മൂടൽമഞ്ഞ് വന്ന് മൂടിയിട്ട് നമുക്ക് ഒന്നും കാണാത്ത രീതിയിലാവും. ഈ ഗുരുദ്വാരയുടെ അടുത്ത് തന്നെ ഒരു ലക്ഷ്മണന്റെ അമ്പലം ഉണ്ട് കേട്ടോ. ഈ രാമായണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമായത്. അതുപോലെ തന്നെ ഈ വരുന്ന സെപ്റ്റംബർ 1 മുതൽ 6 വരെ നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കും അതുപോലെ ഈ ഹേംകുണ്ട് സാഹിബിലേക്കും ഒരു ട്രെക്കിംഗ് പാക്കേജ് വെച്ചിട്ടുണ്ട്. ഏകദേശം 6 ദിവസത്തെ പ്രോഗ്രാമാണ്. നമ്മുടെ ഈ ഒരു ട്രെക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ ഫുൾ ഡീറ്റെയിലും നിങ്ങൾക്ക് അയച്ചു തരാം.